ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രാർത്ഥനയുടെ ശാസ്ത്രവീക്ഷണവും ദൈവശാസ്ത്ര വീക്ഷണവും എന്ന വിഷയത്തെക്കുറിച്ചാണ് പ്രസ്താവിക്കുന്നത്. പ്രാർത്ഥന വിശ്വാസമുള്ളവരാണ്, ദൈവവിശ്വാസമുള്ളവരും ദൈവഭക്തന്മാരുമാണ് പ്രാർത്ഥിക്കുന്നത്. നിരീശ്വരവാദികളും ദൈവവിശ്വാസമില്ലാത്തവരും പ്രാർത്ഥിക്കാറില്ല. എന്താണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ? പ്രാർത്ഥന എന്ന ആ വാക്ക് നാം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് പ്രയർ എന്നാണല്ലോ. പ്രയർ എന്ന വാക്കിൻ്റെ അർത്ഥം എ റിക്വസ്റ്റ് ടു ഗോഡ്, ദൈവത്തോടുള്ള അപേക്ഷ എന്നാണ്. ദൈവത്തോട് നാം കഴിക്കുന്ന അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. എബ്രായ ഭാഷയിൽ ഹിത്പേൽ എന്ന വാക്കാണ് പ്രാർത്ഥന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ആ പദത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്നാൽ പ്രധാനമായും ഈ പദം പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വയം ജഡ്ജ്മെൻ്റ് ചെയ്യുക, സ്വയം ശുദ്ധീകരിക്കുക എന്നൊക്കെ ഈ ഹിത്പേൽ എന്ന വാക്കിന് അർത്ഥമുണ്ട്. എന്നാൽ പ്രാർത്ഥന എന്നാണ് പ്രധാനമായും ഈ പദം ഉപയോഗിക്കുന്നത്. ഗ്രീക്ക് ഭാഷയിൽ പ്രാർത്ഥന എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത് പ്രൊസക്കി എന്ന വാക്കാണ്. പ്രൊസക്കി എന്ന ആ വാക്കിനും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കേവലം പ്രാർത്ഥന എന്ന് മാത്രമല്ല, ആരാധന, ദൈവത്തോട് നന്ദി പറയുക, ദൈവത്തെ അനുസരിക്കുക, ദൈവമുൻപാകെ വിനയത്തോടൊക്കെ ആയിരിക്കുക എന്നെല്ലാം ഈ വാക്കിന് അർത്ഥങ്ങൾ ധാരാളമുണ്ട്. എന്നാൽ പ്രധാനമായും ആ പദം പ്രാർത്ഥന എന്ന വാക്കിനാണ് പ്രൊസക്കി എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. നാം ദൈവശാസ്ത്രത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി പ്രാർത്ഥനയെക്കുറിച്ച് ശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് വിശദീകരിക്കാം. ഒരു ശരീരശാസ്ത്രജ്ഞൻ പ്രാർത്ഥനയെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്: പ്രാർത്ഥന, മന്ത്രം, ജപം, ധ്യാനം, വിശ്രാന്തി എല്ലാം അശാസ്ത്രീയമായ വെറും പഴഞ്ചൻ ഫ്യൂഡൽ ആശയങ്ങളാണെന്ന് തീർത്തും അവഗണിക്കാമോ? പാടില്ല എന്ന് പറയാനുള്ള വെമ്പലിലാണ് ശാസ്ത്രം ഇന്ന്. ഹാർവാർഡിലെ ഹൃദ്രോഗ വിദഗ്ധൻ ഹെർബർട്ട് ബെൻസൺ ധ്യാനത്തിൻ്റെ ശരീരശാസ്ത്രത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ആരംഭിച്ചപ്പോൾ ആരോഗ്യം മെച്ചമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് അദ്ദേഹം രോഗിയോട് പറഞ്ഞത്. ശാരീരിക വിശ്രാന്തിയോ മാനസിക സ്വസ്ഥതയോ വേണ്ടപ്പോൾ നമുക്കിനി പ്രാർത്ഥിക്കാം. ഈശ്വരനോട് പ്രാർത്ഥിക്കാൻ വൈമനസ്യമുള്ളവർക്ക് ശൂന്യതയോട് പ്രാർത്ഥിക്കാം. നീലാകാശത്തിൻ്റെ അപാരതകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഒരു ബിന്ദുവിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയുമല്ല, പ്രാർത്ഥനയ്ക്ക് പ്രത്യേക അർത്ഥങ്ങൾ ഉണ്ടാകണമെന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത് നിങ്ങൾക്ക് അർത്ഥവത്തായി തീരും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ അദ്ദേഹം പ്രാർത്ഥനയെ നിരാകരിക്കുന്നില്ല. പ്രാർത്ഥന നല്ലതാണ്. പ്രാർത്ഥന മനുഷ്യൻ്റെ ആത്മാവിനും ശരീരത്തിനും പ്രയോജനം ചെയ്യും എന്നാണ് ഈ സയൻറ്റിസ്റ്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ബൈബിൾ നാം പരിശോധിക്കുമ്പോൾ ദൈവശാസ്ത്ര പ്രകാരം പ്രാർത്ഥന എന്തൊക്കെയാണ്? അതിൻ്റെ മൂലപദങ്ങൾ ഞാൻ പ്രസ്താവിക്കുകയുണ്ടായല്ലോ. ഹിത്പേൽ എന്ന വാക്കും പ്രൊസക്കി എന്ന വാക്കും ഹീബ്രുവിലും ഗ്രീക്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദങ്ങളുടെ ലളിതമായ നിർവചനങ്ങൾ ഇവിടെ പ്രസ്താവിക്കുന്നു. ഒന്ന്, നിവേദനം അല്ലെങ്കിൽ അപേക്ഷ, അഭ്യർത്ഥന. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 22 മുതൽ 54 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ജ്ഞാനിയായിരുന്ന ശലോമോൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് കാണാം. ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്തിരിക്കുന്ന അർത്ഥം നിവേദനം അല്ലെങ്കിൽ അപേക്ഷ, അഭ്യർത്ഥന എന്നാണ്. അത് ഈ പ്രൊസക്കി അല്ലെങ്കിൽ ഈ ഹിത്പേൽ എന്ന ആ വാക്കിൻ്റെ ഒക്കെ ഉള്ള ഒരു ലളിതമായ നിർവചനമാണ്. ശലോമോൻ ദൈവത്തോട് വളരെ സമയം എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. തൻ്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, രാജ്യത്തിൻ്റെ ആവശ്യങ്ങളെല്ലാം ഒരു നിവേദനമായി, ഒരു അപേക്ഷയായി ദൈവത്തോട് അർപ്പിക്കുന്നതാണ്, ദൈവം മുൻപാകെ സമർപ്പിക്കുന്നതാണ് ആ പ്രാർത്ഥന. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണോ അതെല്ലാം ഒരു അപേക്ഷാ രൂപത്തിൽ, അഭ്യർത്ഥന രൂപത്തിൽ ദൈവത്തോട് നാം അറിയിക്കുന്നതിനെയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, കെഞ്ചി യാചിക്കലാണ് പ്രാർത്ഥന. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചപ്പോൾ ആ പ്രാർത്ഥനയോട് ബന്ധപ്പെട്ട് കർത്താവ് പറഞ്ഞ ഒരു ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തം, ഒരു സ്നേഹിതൻ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നു. അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ്റെ വേറൊരു സ്നേഹിതൻ രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്നു.
അടുക്കൽ വന്നപ്പോൾ അവന് വിളമ്പി കൊടുക്കുവാൻ ഈ സ്നേഹിതന്റെ പക്കൽ ആഹാരം ഒന്നും ഉണ്ടായിരുന്നില്ല. അവൻ ഉടനെ എഴുന്നേറ്റ് തൻ്റെ അയൽവകത്തുള്ള തൻ്റെ അയൽക്കാരനായ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് അവൻ്റെ കതകിൽ മുട്ടി വിളിച്ചു. അർദ്ധരാത്രിക്ക് ആ സ്നേഹിതൻ വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടിട്ട് അകത്തു നിന്നും വിളിച്ചു പറഞ്ഞു, സ്നേഹിത, എനിക്ക് എഴുന്നേറ്റ് നിന്റെ അടുക്കൽ എഴുവാൻ നിർവാഹമില്ല. കുഞ്ഞുങ്ങൾ എൻ്റെ ഒപ്പം കിടക്കുന്നു, തന്നെയുമല്ല വാതിൽ അടച്ചിരിക്കുന്നു, നേരവും വൈകി. എൻ്റെ കയ്യിൽ അപ്പമുണ്ട്, പക്ഷെ നിനക്ക് തരുവാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്നേഹിതൻ പുറത്ത് നിന്ന് മുട്ടിക്കൊണ്ടിരിക്കയാൽ ലജ്ജ കൂടാതെ മുട്ടുക കൊണ്ട് അവൻ തുറന്ന് അവന് 3 അപ്പം കൊടുക്കുകയില്ലയോ എന്നാണ് കർത്താവായ യേശുക്രിസ്തു ആ ഉപമയിലൂടെ പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ യാചിക്കുന്ന ഏവനും കിട്ടുമെന്നാണ് ആ ഉപമയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു നിർവചനം കെഞ്ചി യാചിക്കലാണ്. ലജ്ജ കൂടാതെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയും ലഭിക്കുന്നവരെയും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, അല്ലെങ്കിൽ മുട്ടിക്കൊണ്ടേയിരുന്നു എന്ന് അവിടെ വ്യക്തമാകുന്നുണ്ട്. അപ്പോൾ കെഞ്ചി യാചിക്കലാണ് പ്രാർത്ഥന എന്ന വാക്കിൻ്റെ മറ്റൊരു നിർവചനം. മൂന്നാമത് അനുനയിപ്പിക്കലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ അത് പറഞ്ഞിരിക്കുന്നു. അവിടെ കർത്താവ് പറഞ്ഞത് മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതിന് യേശു പറഞ്ഞ ഒരു ദൃഷ്ടാന്തമാണ്. ആ ദൃഷ്ടാന്തം ദൈവത്തെ ഭയമില്ലാതെ മനുഷ്യനെ ശങ്കയില്ലാത്ത ഒരു ന്യായാധിപൻ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. ആ ന്യായാധിപന്റെ അടുക്കൽ നീതിക്ക് വേണ്ടി ചെന്ന ഒരു വിധവ, ആ വിധവയുടെ ശത്രുവിൻ്റെ വശത്തു നിന്നും ആ വിധവയ്ക്ക് പ്രതിക്രിയ നടത്തി നീതി നടപ്പിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞ് ഈ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഈ ന്യായാധിപന് അവളുടെ അപേക്ഷ കേട്ട് നീതി നടത്തിച്ചു കൊടുക്കുവാൻ ഈ ന്യായാധിപന് കുറേ കാലത്തേക്ക് മനസ്സില്ലായിരുന്നു എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ വിധവ എല്ലാ ദിവസവും ചെന്ന് ഈ ന്യായാധിപന്റെ അടുക്കൽ ചെന്ന് കാര്യങ്ങൾ പറയുകയും ഉണർത്തിക്കുകയും ചെയ്തു. ഒടുവിൽ ആ ന്യായാധിപൻ ഈ സ്ത്രീ ഈ വിധവ എന്നെ അസഹ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു അദ്ദേഹം ആ വിധവയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുത്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ അനീതിയുള്ള ഈ ന്യായാധിപൻ ഈ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തുവെങ്കിൽ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ ഭക്തന്മാരുടെ അപേക്ഷ ദൈവം എത്ര വേഗത്തിൽ കേട്ട് അവർക്ക് പ്രതിക്രിയ നടത്തി കൊടുക്കുകയില്ലയോ എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ന്യായാധിപനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ബോദറിങ് എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിൽ. അതിനർത്ഥം ശല്യപ്പെടുത്തുക, അസഹ്യപ്പെടുത്തുക, അവിടെ അലോസരപ്പെടുത്തുക, അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുക എന്നൊക്കെയാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ പ്രാർത്ഥന ഒരർത്ഥത്തിൽ എന്താണ്? നമ്മുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതുവരെയും നാം ഇടതടവില്ലാതെ ആ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നൊരാശയം അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് മനസ്സില്ലാത്ത അപേക്ഷ കേൾക്കുവാൻ മനസ്സില്ലാത്ത ഈ ന്യായാധിപനെ അനുനയിപ്പിച്ചത് എന്താണ്? ആ സ്ത്രീയുടെ അപേക്ഷയാണ്. അത് പ്രാർത്ഥനയുടെ ഒരു നിർവചനമാണ്. അപ്പോൾ അനുനയിപ്പിക്കുക, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദൈവം നമ്മുടെ അപേക്ഷ കേട്ട് മറുപടി നൽകുന്നവരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നാണ് ആ ഭാഗം നമ്മെ വ്യക്തമാക്കി തരുന്നത്. നാലാമത്തത് നാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തെ വിളിക്കുക, ദൈവത്തെ ഉച്ചത്തിൽ വിളിച്ച് കരഞ്ഞ് നിലവിളിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തോട് ഉണർത്തിക്കുന്നതാണ് പ്രാർത്ഥന. ഇരമ്യാ പ്രവചനം 33-ാം അധ്യായം 3-ാം വാക്യത്തിൽ അത് പറയുന്നുണ്ട്. യഹോവയെ എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരമിടും. അപ്പോൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം നമുക്ക് ഉത്തരവിടും. ആ വിളിച്ചപേക്ഷിക്കുന്നതാണ് പ്രാർത്ഥന. അതാണ് ഹിത്പേൽ എന്നും പ്രൊസക്യം എന്ന ഈ മൂലപദങ്ങളുടെ ലളിതമായിരിക്കുന്ന നിർവചനങ്ങൾ. ആ നിലയിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ഇനി നാം ചിന്തിക്കുന്നത് ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ദൈവത്തോടുള്ള അപേക്ഷയാണ്. ദൈവം പ്രാർത്ഥന കേൾക്കും, മറുപടി നൽകും. എന്നാൽ ചിലപ്പോൾ ചില അവസരങ്ങളിൽ ചിലർക്ക് ദൈവം പ്രാർത്ഥനകൾക്ക് മറുപടി നൽകിയിട്ടില്ല. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അത് ചൂണ്ടിക്കാണിക്കുവാൻ ഉദ്ദേശിക്കുന്നു. ഒന്ന്, ന്യായപ്രമാണം കേൾക്കാത്തവന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല അഥവാ വെറുക്കുന്നു. സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 9-ാം വാക്യം. മോശയിക ന്യായപ്രമാണം കേൾക്കാതെയും അനുസരിക്കാതെയും ഇരിക്കുന്ന ഒരാളുടെ പ്രാർത്ഥന ന്യായപ്രമാണ കാലഘട്ടത്തിലെ കാഴ്ചപ്പാടിൽ ദൈവം അത് വെറുക്കുന്നു, കേൾക്കുന്നില്ല എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ രണ്ടാമത്തത്, എളിയവന്റെ നിലവിളിക്ക് ചെവി പൊത്തുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുകയില്ല. സദൃശവാക്യങ്ങൾ 21-ാം അധ്യായം 13-ാം വാക്യം. സാധുക്കളോട് മനസ്സലിവും ആർദ്രതയും കരുണയും കാണിക്കാത്ത ഒരാളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നില്ല എന്നർത്ഥം. മൂന്നാമത്,
സ്വയം നീതീകരിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ഒരു പരീശൻ്റെയും ഒരു ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുമ്പോൾ, പരീശൻ സ്വയം നിന്നുകൊണ്ട് സ്വയം തന്നെ നീതീകരിച്ചുകൊണ്ട് പ്രാർത്ഥനയുടെ വലിയൊരു ലിസ്റ്റ് ദൈവത്തോട് അവതരിപ്പിക്കുകയാണ്, ദൈവത്തോട് പറയുകയാണ്. എന്നാൽ ചുങ്കക്കാരൻ സ്വർഗത്തേക്ക് പോലും നോക്കുവാൻ തുനിയാതെ തൻ്റെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അത് സമ്മതിച്ച് അതിന് മോചനം വേണമെന്ന് ദൈവത്തോട് യാചിച്ചുകൊണ്ട് ഒരു വാക്ക് പറയാണ്, കർത്താവേ, പാപിയായി എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി നൽകിയത് ചുങ്കക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കാണ്, അല്ലെങ്കിൽ ആ പാപിയുടെ പ്രാർത്ഥനയ്ക്കാണ്. എന്നാൽ പരീശന്റെ പ്രാർത്ഥന ദൈവം കേട്ടില്ല. കാരണം എന്താണ്? അവൻ സ്വയം നീതീകരിച്ചുകൊണ്ട്, ഞാൻ ഈ നിൽക്കുന്ന പാപിയെ പോലെയല്ല, ഞാൻ നീതിമാനാണ് എന്ന് സ്വയം അവകാശപ്പെട്ടതുകൊണ്ട് ദൈവം അവൻ്റെ പ്രാർത്ഥന തള്ളിക്കളഞ്ഞു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ സ്വയം നീതീകരണം ദൈവം അംഗീകരിക്കുന്നില്ല. അടുത്തതായിട്ട്, നാലാമതായിട്ട്, പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാം വാക്യത്തിൽ പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായിരുന്നു അവൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് കർത്താവ് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ അകൃത്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കൈക്കൊള്ളുന്നില്ല, മറുപടി നൽകുന്നില്ല. കാരണം അവൻ പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപമോചനം പ്രാപിക്കുമ്പോഴാണ് അവൻ്റെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കുന്നത്, ദൈവം കേട്ട് മറുപടി നൽകുന്നത്. 66-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറഞ്ഞിരിക്കുന്നു, ഞാൻ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ എൻ്റെ പ്രാർത്ഥന കേൾക്കുകയില്ലായിരുന്നു. അപ്പോൾ പാപം വെച്ചുകൊണ്ട്, അകൃത്യം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയില്ല. അഞ്ചാമതായിട്ട്, വല്ലാതെ യാചിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുകയില്ല. വല്ലാണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എൻ്റെ അർത്ഥം? വല്ലാണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ, വല്ലാണ്ട് യാചിക്കുക എന്ന് പറഞ്ഞാൽ, യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ, നിങ്ങൾ യാചിക്കുന്നു എങ്കിലും നിങ്ങളുടെ ഭോഗങ്ങളിൽ ചിലവിടേണ്ടതിന് വല്ലാതെ യാചിക്ക കൊണ്ട് ഒന്നും ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണ് ഈ വല്ലാണ്ട് യാചിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഭോഗങ്ങളിൽ ചിലവിടുക എന്ന് പറഞ്ഞാൽ? ആ ഭോഗങ്ങളിൽ ചിലവിടുക എന്ന് ഉള്ളെടുത്ത് കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം അപ്പോലാപ്സിസ് എന്ന പദമാണ്. അപ്പോലാപ്സിസ് എന്ന് പറഞ്ഞാൽ ലൗകിക ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഒരുവന്റെ ന്യായമായ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, അപേക്ഷിക്കുമ്പോൾ ദൈവം നിറവേറ്റി കൊടുക്കും. വല്ലാണ്ട് യാചിക്കെന്ന് പറഞ്ഞാൽ അതിന് കടന്നുള്ളതായിരിക്കുന്ന പ്രാർത്ഥനയാണ്. അവന് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, എല്ലാം തൃപ്തികരമായ നിലയിലാണ് അവൻ്റെ ജീവിതം. ഇനി അതിനപ്പുറമായ ആഡംബരങ്ങൾക്ക് വേണ്ടി, തികച്ചും ഭൗതിക ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി, അങ്ങനെയുള്ള വസ്തുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം തള്ളിക്കളയുന്നു, മറുപടി ലഭിക്കുന്നില്ല എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ വല്ലാണ്ടായി പോകുന്നുണ്ടോ, വല്ലാതെ യാചിക്കുന്നുണ്ടോ, ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടിയിട്ടാണോ ഇന്ന് പ്രാർത്ഥിക്കുന്നത് എന്ന് പ്രാർത്ഥനക്കാർ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ മറുപടി ലഭിക്കാത്ത ചില പ്രാർത്ഥനകളുടെ ഒരു ചുരുക്കം ചില ലിസ്റ്റുകളാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. ഇനി പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയ്ക്ക് അത്യന്തപരമായ വലിയൊരു ശക്തിയുണ്ട്. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്ന പ്രാർത്ഥിക്കട്ടെ എന്ന് യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ജീവിതത്തിൽ കഷ്ടനഷ്ടങ്ങളും ക്ലേശങ്ങളും കടന്നു വരുമ്പോൾ അത് മാറിക്കിട്ടുവാനും മനസ്സിനും ശരീരത്തിനും സുഖവും സമാധാനവും നന്മയും ഒക്കെ ഉണ്ടാകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് വചനം പറയുന്നുണ്ട്. അപ്പോൾ കഷ്ടനഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിന് വിടുതൽ നൽകും. അതിലൂടെ നമുക്ക് കടന്നു പോകാനുള്ള ധൈര്യവും ബലവും ആശ്വാസവും പ്രാർത്ഥനയിലൂടെ ലഭിക്കുകയാണ്. മാത്രവുമല്ല, പ്രാർത്ഥന നമ്മെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, അവിടെ ഈ ഭക്ഷണ സംബന്ധമായ തർക്കവും വാദവും ഉണ്ടായി. വിശ്വാസികൾ ഇന്ന ഭക്ഷണം കഴിക്കരുത്, ഇന്ന ഭക്ഷണമേ കഴിക്കാവൂ എന്നുള്ള ചില തർക്കങ്ങളും വാദങ്ങളും ഉണ്ടായപ്പോൾ പൗലോസ് ആ വിഷയത്തിന്മേൽ ഒരു വ്യക്തത നൽകിയതായിട്ട് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെല്ലാം നല്ലത്, സ്തോത്രത്തോടെ അനുഭവിക്കുന്നു എങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല, ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശദീകരിക്കപ്പെടുന്നുവല്ലോ എന്ന് പൗലോസ് പറഞ്ഞിരിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ മറ്റൊരു പ്രത്യേകത, നമ്മെ വിശദീകരിക്കുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. നാം പ്രാർത്ഥിക്കുമ്പോൾ വിശദീകരണവും അതിലൂടെ ലഭ്യമാകുന്നു എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കഴിയാത്തതായി യാതൊന്നുമില്ല. പ്രാർത്ഥന നമ്മെ ശക്തീകരിക്കുകയും നമുക്ക് ആശ്വാസവും പ്രത്യാശയും സമാധാനവും നൽകുകയും നമ്മുടെ ആവശ്യങ്ങളെല്ലാം ലഭിക്കുകയും നമ്മെ ധൈര്യപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യുന്നതാണ് പ്രാർത്ഥന. മാത്രവുമല്ല, പ്രാർത്ഥന ഒരു ശക്തിയാണ്, ഒരു പവറാണ്.
അത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് അപ്പോസ്തലന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ഇരുന്ന സ്ഥലം കുലുങ്ങി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതെല്ലാം പ്രാർത്ഥനയുടെ ശക്തിയുടെ പ്രതീകമാണ്. അതുകൊണ്ട് നമുക്ക് ആശ്വാസവും വിശദീകരണവും പ്രത്യാശയും ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് മാത്രമല്ല, നമ്മെ ദൈനംദിന ജീവിതത്തിൽ ദൈവഭക്തന്മാരെ പ്രാർത്ഥന ശക്തീകരിച്ച് മുൻപോട്ട് കൊണ്ടുപോവുകയാണ്. കർത്താവ് പോലെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചല്ലോ. കർത്താവ് ഒലൂമലയിലെ ഗത്സമന തോട്ടത്തിൽ താൻ പതിവായി പോയി പ്രാർത്ഥിക്കുമായിരുന്നു. ഒലൂമലയിൽ നിന്ന് താൻ പ്രാർത്ഥിക്കുമായിരുന്നു. ആ പ്രാർത്ഥനാ സ്ഥലം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒലൂമലയിൽ ചെന്നപ്പോൾ കർത്താവ് പ്രാർത്ഥിച്ചതായ ആ ഒരു സന്ദർഭമാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. അവിടെ ചെല്ലുന്നവർക്കൊക്കെയും അവിടെ ചെല്ലുമ്പോൾ ഒരു വൈകാരികമായിരിക്കുന്ന ഒരു അനുഭൂതി ഉണ്ടാകും. നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭ്യമാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഏത് പ്രവൃത്തി ചെയ്യുന്നതിന് മുൻപായും കർത്താവ് പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിച്ചിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ, വിശ്വസിക്കുന്നവരായ, ആരാധിക്കുന്നവരായ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് ശക്തിയോടെ, വിശുദ്ധിയോടെ, ഭക്തിയോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയണം. യഹൂദന്മാർ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ടും മുട്ടിൽ നിന്നുകൊണ്ടും എഴുന്നേറ്റ് നിന്നുകൊണ്ടും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കടൽക്കരയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു എന്ന് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥന നമുക്ക് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം, മുട്ടുകുത്തി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ഏത് നിലയിലും പ്രാർത്ഥിക്കാം. ഇന്ന സ്ഥലം ആവശ്യമില്ല. ദൈവാലയത്തിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, ചർച്ചിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, വീട്ടിലിരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം, പൊതുസ്ഥലത്ത് എവിടെയായിരുന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം. അത് ശബ്ദമുയർത്തിയോ മൗനമായും പ്രാർത്ഥിക്കാം. അപ്പോൾ എവിടെ ഇരുന്ന് എപ്പോൾ പ്രാർത്ഥിക്കണമെന്നുള്ളതല്ല വിഷയം, പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. പുതിയ നിയമപ്രകാരം പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രത്യേക സമയമോ കാലമോ നേരമോ ഒന്നും നമുക്ക് നൽകിയിട്ടില്ല. എന്നാൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത് എപ്പോഴും അടുത്തു പോകാതെ പ്രാർത്ഥിപ്പിൻ. ലൂക്കോസ് 18:1. അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചിരിക്കുന്നത് 1 തെസ്സലോനിക്കർ 5:16 ഇടപെടാതെ പ്രാർത്ഥിപ്പിൻ. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എപ്പോഴും എവിടെയും ഏത് സമയത്തും നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ പ്രാർത്ഥനയുടെ ഒരു ഏകദേശ രത്ന ചുരുക്കമാണ് അതിൻ്റെ ദൈവശാസ്ത്ര വീക്ഷണവും ശാസ്ത്ര വീക്ഷണവും എന്ന വിഷയത്തിൽ ഒരു ലഘു വിവരണമാണ് ഇവിടെ നൽകിയത്. ഈ സമയം വരെ പ്രഭാഷണം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ ജീവിതം നയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.